എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെനോപോസിനെ കുറിച്ചിട്ടാണ്. മെനാർക്കിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മെനോപോസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ ബോഡിയിൽ വരുന്ന അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ഒരു അവസാന സ്റ്റേജിനെയാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ ഫീമെയിൽ ബോഡി ഒത്തിരി ചേഞ്ചസിൽ കൂടെ കടന്നു പോകുന്നൊരു സമയം കൂടിയാണ്. അതായത് ഹോർമോണൽ ചേഞ്ചസ് ഒത്തിരി വരുന്നൊരു ടൈമാണ്. ആ ഹോർമോണൽ ചേഞ്ചസ് കാരണം ബോഡി ഒത്തിരി റിയാക്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. മെയിനായിട്ട് 4 സിംറ്റംസ് ആണ് ഈ മെനോപോസ് സമയത്ത് കാണുന്നത്. ഹോട്ട് ഫ്ലാഷസ് ആവും, വളരെയധികം ചൂടും പുകച്ചിലൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണത്. പിന്നെ രണ്ടാമത് കാണുന്നത് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. അതായത് രാത്രി കാലങ്ങളിൽ ഉറക്കം ശരിക്കും കിട്ടാതെ വരിക, ശരിക്കും ഉറങ്ങി പോവാതെ ഡീപ് സ്ലീപ്പ് കിട്ടാത്തൊരവസ്ഥ വരുന്ന ഒരു കാലഘട്ടമാണത്. അതുപോലെ മൂഡ് സ്വിങ്സ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ആ ടൈമിൽ. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസും വളരെയധികമാണ് ഈ ടൈമിൽ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ മെനോപോസ് സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളെയും നമുക്ക് എങ്ങനെ ഡയറ്റ് വഴി മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഈ മെനോപോസ് സമയത്ത് മെയിനായിട്ട് നമ്മുടെ സ്ത്രീ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതായത് ഈസ്ട്രജൻ എന്നുള്ളൊരു ഹോർമോണ് കുറഞ്ഞു പോകുന്ന ഒരു ഘട്ടമാണ് മെനോപോസ് എന്ന് പറയുന്നത്. അതുവരെ നല്ല പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഈസ്ട്രജൻ ഈ ഘട്ടം എത്തുമ്പോൾ വളരെയധികം പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ സംഭവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി പല രീതിക്കായിരിക്കും അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഈസ്ട്രജൻ കുറഞ്ഞു പോകുന്നതിനെ നമുക്ക് എങ്ങനെ ഡയറ്റിൽ കൂടെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ബോഡിയിലേക്ക് നാച്ചുറലായിട്ട് എങ്ങനെയാണ് ഈസ്ട്രജനെ എത്തിക്കാൻ പറ്റുന്നത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫുഡ്സ് ഡിസ്കസ് ചെയ്യാം. അതായത് കുറച്ച് ഫുഡ് ഐറ്റംസിനകത്ത് ഈ ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഫൈറ്റോ ഈസ്ട്രജൻ എന്നൊരു കോമ്പൗണ്ട് ആയിട്ടാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫുഡ്സ് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈസ്ട്രജൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന ഈ സിംറ്റംസ് എല്ലാം ഒരു പരിധി വരെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഒന്നാമത്തെ ഫുഡാണ് സോയ് പ്രോഡക്ട്സ്. സോയാബീൻ, സോയ് മിൽക്ക് എല്ലാതും നിങ്ങൾ ഡയറ്റിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. രണ്ടാമത് സെസമേ സീഡ് അല്ലെങ്കിൽ എള്ള് നിങ്ങൾക്ക് സാലഡ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എള്ള് വെറുതെയൊക്കെ ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഹെൽപ്ഫുള്ളാണ്. മൂന്നാമതാണ് ഫ്ലാക്സ് സീഡ്സിൽ നമ്മൾ മുഴുവനായിട്ട് എടുക്കാതെ ഒന്ന് ചതച്ചോ അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് നമ്മുടെ സ്മൂതീസിലൊക്കെ ഇട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി എങ്ങനെയെങ്കിലും നമ്മളത് കൺസ്യൂം ചെയ്യാം. സാലഡ്സിലായിട്ടാണെങ്കിലും നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നാലാമത് ചിക്ക് പീസ് അല്ലെങ്കിൽ വെള്ളക്കടല, പയറുവർഗ്ഗങ്ങളെല്ലാം നമ്മൾ ഡയറ്റിൽ സ്ഥിരമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഈസ്ട്രജൻ ഒന്ന് മാനേജ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. ഇനി ഹോട്ട് ഫ്ലാഷസിന് നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ ഡയറ്റിൽ കൂടെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത് ബെറീസിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉള്ള ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി നമ്മുടെ ബോഡിന് ഹെൽപ്ഫുള്ളാണ് ഹോട്ട് ഫ്ലാഷസിനെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ബെറീസ് എന്ന് പറയുമ്പോൾ മൾബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി പോലുള്ള ബെറീസ് എല്ലാം നമുക്ക് ഒരുവിധം ഇടയ്ക്കെങ്കിലും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അത്രയും ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ ബോഡിനെ തണുപ്പിക്കുന്ന തരത്തിലുള്ള വെജിറ്റബിൾസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. കുക്കുംബർ പോലെയുള്ള വെജിറ്റബിൾസ്, അതുപോലെ തൈര്, യോഗട്ട് പോലെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഡയറ്റിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്താം. ലെമൺ വാട്ടർ, ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെമൺ വാട്ടർ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ പുതിന, നല്ല ജീരകം, അതുപോലെ തന്നെ മല്ലി, അതെല്ലാം നമ്മുടെ ഡയറ്റിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വെള്ളം ഒന്ന് തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒത്തിരി ഈ ഹോട്ട് ഫ്ലാഷസിനെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. മെനോപോസ് സമയത്ത് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാപ്പി കുടിച്ച് ശീലിച്ചവരാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാപ്പി അല്ലെങ്കിൽ കഫീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ ചൂടിനെ കൂട്ടാനായിട്ടാണ് ഉപകരിക്കുള്ളൂ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്പൈസി ഫുഡ്സ്, എരിവും പുളിയും നല്ലപോലെയുള്ള ഫുഡ്സ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്ത് നിർത്താനായിട്ട് ഒത്തിരി ശ്രദ്ധിക്കുന്നത് ഈ കാലയളവിൽ നല്ലതായിരിക്കും. അടുത്തതായിട്ട് കാണുന്ന ഒരു മെയിൻ പ്രശ്നമാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളത്. അതായത് മെറ്റാബോളിസം സ്ലോ ഡൗൺ ആവുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. മെറ്റാബോളിസം റേറ്റ് നമ്മുടെ ബോഡിയിൽ സ്ലോ ഡൗൺ ആവും മെനോപോസ് സമയത്ത്. അപ്പോൾ ആ ടൈമിൽ വെയിറ്റ് കൂടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മീൽസ് എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പനീർ, മുട്ടകൾ, അതുപോലെ പയറുവർഗ്ഗങ്ങൾ
പയറുവർഗ്ഗങ്ങളെല്ലാം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ്, അവക്കാഡോ പോലെയുള്ള ഫ്രൂട്ട്സ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, നെയ്യ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം, നട്ട്സ് എല്ലാം നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മോഡറേഷൻ എമൗണ്ടിൽ കേട്ടോ, ഒത്തിരി ക്വാണ്ടിറ്റിയിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യരുത്. ഒരു മോഡറേഷൻ, നമുക്കറിയാമല്ലോ ഒരളവ്, ആ അളവിന് അത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണിന് കൂടുതൽ എടുക്കാൻ പാടില്ല. ഈ ഒരളവിൽ നമ്മൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുള്ളായിരിക്കും. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫൈബർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നമ്മൾ വെള്ളച്ചോറ് കഴിച്ച് ശീലിച്ചവരാണെന്നുണ്ടെങ്കിൽ തവിട് കളയാത്ത കുത്തിരി ചോറിലേക്ക് മാറുന്നത് നമ്മൾ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഹൈ ഫൈബർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് അതിനടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മില്ലറ്റുകളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ചോറിന് പകരം മില്ലറ്റ് ചോറ് വെച്ച് അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊത്തിരി കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാണ്. ഓട്സ് ആക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അത് നല്ലതാണ്. നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റിന് ഒരുവിധം മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അതായത് വെൽ ബാലൻസ്ഡ് മീൽ, കുറച്ച് കാർബോഹൈഡ്രേറ്റ്, ഒത്തിരി പ്രോട്ടീൻ, ഒത്തിരി ഫൈബേഴ്സ്, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ രീതിയിൽ ചെയ്യുമ്പം നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ സ്പൈക്ക് ഒത്തിരി ഉണ്ടാകാതെ നമ്മുടെ ബോഡി തന്നെ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകും. അതായത് ഇൻസുലിൻ സ്പൈക്ക് ഒത്തിരി നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിഷനാണ് അവിടെ കൂടുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ വെൽ ബാലൻസ്ഡ് മീൽ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് അതൊരു പരിധി വരെ മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നുണ്ട് എന്ന് കരുതി നമ്മൾ ഒരിക്കലും മീൽസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതായത് മീൽസ് നമ്മൾ കഴിക്കാതിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഫുഡ് കഴിക്കണ്ടെന്ന് വിചാരിച്ച് കഴിക്കാതെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മെറ്റാബോളിസം വീണ്ടും അവിടെ സ്ലോ ഡൗൺ ആവാനാണ് ചാൻസ്. എപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, മിതമായ അളവിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. മീൽസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഉറക്കക്കുറവ്, അതുപോലെ തന്നെ ആൻസൈറ്റി പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവും ഈ ടൈമുകളിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ധാരാളം ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹെൽപ്ഫുള്ളായിരിക്കും. ഉദാഹരണത്തിന് പംകിൻ സീഡ്സ്, പഴം, അതുപോലെ ചീര പോലെയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ധാരാളമായിട്ട് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഒരു പരിധി വരെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. രണ്ടാമത്, നമുക്ക് കാൽഷ്യം അതുപോലെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ധാരാളമായിട്ട് കഴിക്കാം. അതായത് സ്ട്രോങ് ബോൺസിന് വേണ്ടിയിട്ട്. കാരണം ഈ ടൈമിൽ നമ്മുടെ ബോണിൻ്റെ ഹെൽത്ത് കുറഞ്ഞു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേട്, അതുപോലെ യോഗട്ട്, സെസമേ അല്ലെങ്കിൽ എള്ള് പോലുള്ള ഐറ്റംസ് എല്ലാം ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താം. മിതമായ അളവിൽ നമ്മൾ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്, നമുക്ക് വൈറ്റമിൻ ഡി ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക, എപ്പോഴും ബോഡിനെ ഹൈഡ്രേറ്റഡ് ആക്കിയിട്ട് വെക്കുക. കാരണം ഡീഹൈഡ്രേഷൻ വന്നു കഴിയുമ്പോൾ തന്നെ ഈ സിംറ്റംസ് എല്ലാം വളരെയധികം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ മെയിനായിട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈറ്റ് ടൈമിൽ നമ്മൾ നേരത്തെ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് മെനോപോസ് സമയത്ത് നമ്മൾ നൈറ്റ് ടൈം കുറച്ചും കൂടി നേരത്തെ ഡിന്നർ ആണെന്നുണ്ടെങ്കിൽ, ഒരു 7 മണി 7:30 ആ ടൈമിൽ ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 or 3 hours ഗ്യാപ്പ് ഇട്ടിട്ട് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീപ്പിന് അത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. കഴിച്ച ഉടനെ കിടക്കുന്നതും കുറച്ച് ഗ്യാപ്പ് ഇട്ട് കിടന്നുറങ്ങുന്നതും നമുക്ക് നല്ല വ്യത്യാസം നമുക്ക് തോന്നും ആ ടൈമിൽ. അപ്പോൾ ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മെനോപോസ് ടൈമിൽ നിങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരെ ബൈ.